മഹാരാഷ്ട്രയിലെ താനെയിൽ 3.5 വയസ്സും 4 വയസ്സും ഉള്ള 2 നഴ്സറി കുഞ്ഞുങ്ങൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കൽക്കത്തയിലെ ഭീകരപീഡന കൊലപാതകത്തിൽ രാജ്യം മുഴുവൻ ഞെട്ടിയെങ്കിലും രാജ്യത്തെമ്പാടും ലൈംഗികാതിക്രമങ്ങൾ കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധകളുടെ വരെ നേരെ പതിവുപോലെ നടക്കുന്നു. എല്ലായിടത്തും പീഡിപ്പിക്കപ്പെട്ടവർക്ക് നീതി തടയുകയോ വൈകുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താനെ സ്കൂൾ വിദ്യാർത്ഥിനികൾ മാത്രം ഉള്ള സ്ഥാപനമാണ്. അവിടെ ടോയ്ലറ്റ് ശുചിയാക്കാൻ ഒരു പെണ്ണിനെ പോലും നിയമിച്ചിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന പുരുഷനായ ക്ലീനറെയാണ് ഇപ്പോൾ പ്രതിയാക്കിയിരിക്കുന്നത്. ഇതിവന്റെ ആദ്യത്തെ കൃത്യം ആവാൻ വഴിയില്ല. അവിടെ CCTV ഒന്നും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നും മറ്റും ആരോപിക്കപ്പെടുന്നുണ്ട്. എല്ലാത്തിനുമുപരി പരാതിയുമായി ചെന്ന മാതാപിതാക്കൾക്ക് അയർനു വേണ്ടി 11 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വന്നു. 2023 നവംബറിൽ പ്രജാ ഫൗണ്ടേഷൻ എന്ന NGO സംഘടന ചൂണ്ടിക്കാണിച്ചത് മുംബൈയിൽ നടക്കുന്ന ബലാത്സംഗങ്ങളിൽ 61% മൈനറായ കുട്ടികൾക്ക് നേരെയാണ് എന്നാണ്. ബംഗാളിലോ മഹാരാഷ്ട്രയിലോ മാത്രമായി ഈ ക്രൂരമായ പീഡനങ്ങളെ കാണേണ്ടതില്ല. ചില കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാം. രാജസ്ഥാനിൽ BJP സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് അവർ മുൻ കോൺഗ്രസ് സർക്കാരിനെ വിമർശിച്ചതിൽ മുഖ്യമായ ഒരു കാര്യം സംസ്ഥാനത്ത് വർദ്ധിച്ചുകൊണ്ടിരുന്ന സ്ത്രീ പീഡനങ്ങൾ ആയിരുന്നു. എന്നാൽ 2023 ഡിസംബറിൽ BJP അധികാരത്തിൽ വന്നു. സ്ത്രീ പീഡന നിരക്ക് കുതിച്ചുയർന്നു. ജനുവരി മാസത്തിൽ പോലും 8ഉം 15ഉം വയസ്സുള്ള കുട്ടികളടക്കം നിരവധി പേർ ബലാത്സംഗം ചെയ്യപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പല കേസുകളും പുറത്തു പറയുന്നില്ല എന്ന് വനിതാ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2023 മാത്രം സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് കിട്ടിയ പരാതി 28,000-ന് മുകളിൽ ആയിരുന്നു. ഇതിൽ പകുതിയിലേറെയും ഉത്തർപ്രദേശിൽ നിന്നായിരുന്നു. ഇതു പരാതി മാത്രമാണ്. 2022 മാത്രം നടന്ന ആക്രമണങ്ങൾ 4 ലക്ഷത്തോളമാണ് എന്ന് NCRB പറയുന്നു. അതായത് ഓരോ 51 മിനിറ്റിലും ഓരോ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. ഓരോ വർഷവും ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2022 കണക്ക് 2021 അപേക്ഷിച്ച് 4% കൂടുതലാണ്. വിദേശികളെ പോലും വെറുതെ വിടാത്ത രാജ്യമാണ് നമ്മുടേത്. 2022 147 ആക്രമണങ്ങൾ പോലീസ് രജിസ്റ്റർ ചെയ്തതിൽ 25 എണ്ണം ബലാത്സംഗമായിരുന്നു. എന്നുവെച്ചാൽ ഓരോ 15 ദിവസം കൂടുന്തോറും ഇന്ത്യയിൽ ഒരു വിദേശി സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുന്ന കേസ് രജിസ്റ്റർ ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ചുരുക്കത്തിൽ രാജ്യം മുഴുവൻ സ്ത്രീകളും കുഞ്ഞുങ്ങളും വിദേശികളും ഒക്കെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനാൽ ഈ വിഷയത്തെ സമഗ്രമായി കാണാനാണ് ശ്രമിക്കേണ്ടത്. ഇതിന്റെ പേരിൽ സങ്കുചിത താൽപര്യത്തോടെ കോടതികൾ അടക്കം നടത്തുന്ന രാഷ്ട്രീയ കളികൾ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ചെയ്തു കൂട്ടുന്നത്.